കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരും നമുക്കൊപ്പം ചേരുന്നു. സന്ദീപ്, CPM-ന്റെ മുൻ MLA, CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം, അപ്പോഴും ഇത് വ്യക്തിപരമായിട്ട് ഇത് നേരിടണം, ഇതിന് പാർട്ടിക്ക് ഉത്തരം പറയേണ്ട ബാധ്യതയില്ല എന്ന് കൂടിയാണ് CPM-ന്റെ പ്രതിനിധികൾ അല്പം മുൻപ് പോലും പ്രതികരിക്കുന്നത്. തുടക്കം മുതലേ ആ നിലപാട് തന്നെയാണ് പാർട്ടി സ്വീകരിക്കുന്ന വരുന്നത്. കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം നടക്കുന്നു, കട്ടവരൊക്കെ പിടിക്കപ്പെട്ടിട്ട് അകത്താകട്ടെ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രതികരണം. അല്ല, CPM-ന്റെ തുടക്കത്തിലുള്ള നിലപാട് ഇതായിരുന്നില്ലല്ലോ. ശബരിമലയിൽ നിന്ന് സ്വർണ്ണമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നും പാർട്ടിക്ക് ബന്ധമില്ലെന്നും ഇത് തെറ്റായ രീതിയിൽ, കളവായ രീതിയിൽ കോൺഗ്രസ് ഉന്നയിക്കുന്ന ആക്ഷേപം മാത്രമാണെന്നും ശബരിമലയിൽ ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്തിയതിൽ അസൂയ പൂണ്ട പ്രതിപക്ഷം നടത്തുന്ന കേവലം ആരോപണങ്ങൾ മാത്രമായിരുന്നു എന്നായിരുന്നല്ലോ തുടക്കത്തിൽ CPM-ന്റെ നിലപാട്. പിന്നീട് അതിൽ നിന്ന് മാറി സ്വർണം നഷ്ടപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടപ്പോ ഇത് ദേവസ്വം ഉദ്യോഗസ്ഥർ മാത്രമായിട്ട് ഒതുക്കാനുള്ള ശ്രമം നടന്നു. ആദ്യഘട്ടത്തിൽ ഇത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഗൂഢാലോചനയിൽ നടന്ന ഒരു മോഷണം മാത്രമാക്കിയിട്ട് ഇതിനെ ഒതുക്കി. അതിനുശേഷം ഇത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ മാത്രമായിട്ട് ഒതുക്കാൻ ശ്രമിച്ചു. അവസാനം വാസുവിൽ അന്വേഷണം എത്തി. വാസുവിൽ നിന്ന് പത്മകുമാറിലെത്തി. ഈ വാസുവും പത്മകുമാറും CPM-ന്റെ നേതാക്കന്മാരാണ്. വാസു CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ഗുരുദാസിന്റെ APS ആയിരുന്നു. പത്മകുമാർ MLA ആണ്, CPM-ന്റെ നേതാവാണ്, സമ്മന്നിതനായിട്ടുള്ള നേതാവാണ്. ഇനി പ്രശാന്ത് അടക്കമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ നേരിടേണ്ടതുണ്ട്. CPM നേതാവാണ്. അപ്പോൾ ഒരുപാട് CPM നേതാക്കളിലേക്ക് അന്വേഷണം ഇനിയും എത്തുകയും നിലവിൽ തന്നെ CPM നേതാക്കൾ അറസ്റ്റിലാവുകയും ചെയ്തപ്പോ ഈ ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണ മോഷണത്തിന് പുറകിൽ CPM-ന് പങ്കുണ്ട് എന്ന കോൺഗ്രസിന്റെ ആരോപണം ശരിവെച്ചിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിയാണെന്ന് വന്നിരിക്കുകയാണ്. ഇത് അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്നതുകൊണ്ട് മാത്രം, ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് കൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും എത്തിയിട്ടുള്ളത്. ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഹൈക്കോടതി പറഞ്ഞതുപോലെ ഈ മോഷണത്തിന് പുറകിൽ അന്താരാഷ്ട്ര മാനങ്ങളും അതുപോലെ തന്നെ വലിയ ഗൂഢാലോചനയും നടന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അന്വേഷണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ CBI പോലെ ഏജൻസി അന്വേഷിക്കേണ്ടതുണ്ട് എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാട് ശരിയാണെന്നാണ് ഇപ്പോ നടക്കുന്ന അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന CPM നേതാക്കന്മാരെ അറസ്റ്റുമൊക്കെ സൂചിപ്പിക്കുന്നത്. എന്തായാലും അയ്യപ്പന്റെ മുതൽ കട്ടെടുത്തതിൽ, അയ്യപ്പന് ഭക്തർ സമർപ്പിച്ചിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കവർന്നെടുത്തതിൽ CPM-ന് പങ്കുണ്ട് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. CPM നേതാക്കന്മാരാണ് ജയിലിലായിരിക്കുന്നത്. CPM-ന്റെ ഈ നേതാക്കന്മാർ ദേവസ്വത്തിന്റെ പ്രതിനിധികളായിട്ട് ഉണ്ടായിരുന്നവർ ഈ മോഷണത്തിന് പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും CPM നേതൃത്വം അറിയാതെ, ദേവസ്വം മന്ത്രിമാരറിയാതെ ഇത് നടക്കില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ഇനി അറസ്റ്റും മറ്റ് നടപടിക്രമങ്ങളും ഒക്കെ എത്തേണ്ടത് AKG സെന്ററിലേക്കാണ്. AKG സെന്ററിലേക്ക് അന്വേഷണം എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു CBI അന്വേഷണത്തിലേക്ക് എത്തേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതല്ലെങ്കിൽ പിണറായി വിജയന്റെ പേറോളിലുള്ള ഈ ഉദ്യോഗസ്ഥർ തമ്മിൽ കനത്ത സമ്മർദ്ദം ഉണ്ടാക്കാനുള്ള സാധ്യതയും ഞങ്ങൾ കാണുന്നു. എന്തായാലും അന്വേഷണം നടക്കുകയും സത്യം പുറത്തു വരികയും ചെയ്യട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ശബരിമല ശാസ്താവിന്റെ ആ ഭക്തർ സമർപ്പിച്ചിട്ടുള്ള സ്വർണ്ണ മുതൽ കട്ടെടുത്ത ഒരാൾ പോലും ശിക്ഷിക്കപ്പെടാതെ പോകരുത്. ഒരുപാട് ഭക്തരുടെ ഹൃദയ വികാരങ്ങളെ വ്രണമേൽപ്പിച്ചുകൊണ്ടാണ് ഈ കളവ് നടന്നിരിക്കുന്നത്, മോഷണം നടന്നിരിക്കുന്നത്. നേരത്തെ അവിടെ ആചാരലംഘനം നടത്തി ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചവരാണ് CPM. ഇപ്പോ ശബരിമലയുടെ അവസാനത്തെ മുതലും അടിച്ചു കൊണ്ടുപോയി, അവിടുന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി ശബരിമലയെ തകർക്കാനുള്ള ഗൂഢശ്രമത്തിന് പുറകിലും ഇതേ ദുഷ്ടശക്തികളാണ് CPM. അല്ല സന്ദീപ്, ഈ തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും CPM മുൻപെന്ത് പറഞ്ഞാലും ഇപ്പോഴും പറയുന്നത് ഈ സർക്കാർ ഭരിക്കുമ്പോൾ അന്വേഷണം ഇതാ പാർട്ടിക്കാരെ പോലും ഒഴിവാക്കുന്നില്ല, അവർ കട്ടിട്ടുണ്ടെങ്കിൽ അവരെയും പിടിക്കുകയാണ്, അതാണല്ലോ അന്വേഷണത്തിന്റെ സുതാര്യത ഉണ്ടാകും എന്ന് പറഞ്ഞത് എന്ന് മന്ത്രി പോലും നേരത്തെ പറയുകയുണ്ടായി. N. വാസുവിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും അത് വീണ്ടും ആവർത്തിക്കാനായിരിക്കും സാധ്യത. അങ്ങനെ അന്വേഷണം നടക്കുന്നത് CPM സർക്കാരിന്റെ കീഴിലല്ലല്ലോ. അന്വേഷണം കീഴിൽ നടക്കില്ലായിരുന്നല്ലോ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന പ്രത്യേക അന്വേഷണമല്ലേ. ഇതിൽ സർക്കാരിന് എവിടെയാണ് റോളുള്ളത്? അതുകൊണ്ട് തന്നെ ഇത് സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ ക്രെഡിറ്റ് എങ്ങനെയാണ് എടുക്കുന്നത്? മറിച്ച് സർക്കാർ അന്വേഷണത്തെ ഡീറെയിൽ ചെയ്യാൻ ശ്രമിച്ചവരാണ്. ഓരോ ദിവസവും ദേവസ്വം മന്ത്രി പത്രസമ്മേളനം വിളിച്ച് ഡിക്റ്റേറ്റ് ചെയ്യുന്നില്ലേ അന്വേഷണ സംഘത്തോട് ആരെ അറസ്റ്റ് ചെയ്യണം, ആരെ ചോദ്യം ചെയ്യണമെന്ന്. അതിലപ്പുറം അന്വേഷണ സംഘത്തെ സമ്മർദ്ദത്തിലാക്കാൻ CPM നേതൃത്വവും ദേവസ്വം മന്ത്രിയും നടത്തിയ ശ്രമത്തിനപ്പുറം എങ്ങനെയാണ് ഇവർക്ക് ഇതിൽ ക്രെഡിറ്റ് എടുക്കാൻ സാധിക്കുന്നത്? ക്രെഡിറ്റ് അല്ല, ഈ മോഷണത്തിന്റെ ക്രെഡിറ്റ് CPM-ന്റേതാണ്. CPM ആണ് ഈ മോഷണത്തിന് പുറകിലുള്ളത്. CPM നേതൃത്വമാണ് ശബരിമല കോടിക്കണക്കിന് രൂപ സ്വർണം മോഷ്ടിച്ചിരിക്കുന്നത്. അത് പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. ഒറ്റ കാര്യം കൂടെ ശ്രീ സന്ദീപ് വാര്യർ, സ്വാഭാവികമായിട്ടും ഇത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയോട് ചോദിക്കേണ്ട ഒരു ചോദ്യം കൂടിയാണ്. കഴിഞ്ഞ മാർച്ചിൽ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കുന്നു, തന്നെ പാർട്ടി അവഗണിക്കുന്നു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുമ്പോൾ വാതിൽ തുറന്നിട്ട് കൊടുക്കുകയാണ് പത്മകുമാറിന് എന്ന് കൊല്ലം DCC പ്രസിഡന്റ് മാധ്യമങ്ങളോട് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന് ആ കാര്യം കൂടെ ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ?
യാതൊരു ആക്ഷേപവും വരും കാലത്തിൽ ഇത്തരത്തിലുള്ള പരാമർശത്തെ സംബന്ധിച്ച് പ്രതികരിക്കുന്നത് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. റൈറ്റ്, സന്ദീപ് വാര്യർ പ്രതികരണമാണ്. ഏതായാലും വി അരുണിലേക്കൂടെ വീണ്ടും അരുൺ, എൻ വാസുവിന്റെ അറസ്റ്റിന്റെ സമയത്ത് CPM ഏത് തരത്തിൽ പ്രതിരോധിച്ചോ ആ തരത്തിലുള്ള മറുപടി KN കുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഉണ്ടായിരിക്കുന്നത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ചയാണ്. ഇത് ഒരു പാർട്ടി തലത്തിൽ ഏതെങ്കിലും ഒരു നടപടിയിലേക്ക് കടക്കേണ്ട ആവശ്യമുണ്ടാകുന്നില്ല എന്ന് പറയുന്നിടത്ത് പ്രതിരോധത്തിലാകുന്നില്ല പാർട്ടി ഡിഫെൻഡ് ചെയ്യും എന്നുള്ളൊരു സൂചനയാണ് KN കുമാർ നൽകിയത്. അങ്ങനെ തന്നെ കണക്കാക്കണോ? സ്വാഭാവികമായിട്ടും ഇനി തീർച്ചയായിട്ടും കെ വാസുവിന്റെ അറസ്റ്റ് തന്നെ എൻ വാസുവിന്റെ അറസ്റ്റ് തന്നെ CPM-നെ ആ രീതിയിൽ പ്രതിരോധത്തിലാക്കിയതാണ്, പ്രതിസന്ധിയിലാക്കിയതാണ്. ഇപ്പോൾ BJP നേതൃത്വവും അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വവും ഒക്കെ പറയുന്നത് പോലെ ഇത് സ്വാഭാവികമായും CPM-നെ ക്രെഡിറ്റ് എങ്ങനെ എടുക്കാൻ കഴിയും? സർക്കാർ പറയുന്നതും CPM നേതൃത്വം പറയുന്നതും തീർച്ചയായിട്ടും ആര് തെറ്റ് ചെയ്തിട്ടുണ്ടോ അവർ ശിക്ഷിക്കപ്പെടട്ടെ. അതിൽ സർക്കാരിന് ആരെയും രക്ഷിക്കാനില്ല. ഒരു വാഗൂരും ആർക്കും വേണ്ടി പറയുന്ന എന്ന് CPM സംസ്ഥാന സെക്രട്ടറി വാസുവിന്റെ അറസ്റ്റിനെ തൊട്ടു പിന്നാലെ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞാൽ മാത്രം എങ്ങനെ ഇതിൽ രക്ഷപ്പെടാനാകുന്ന ചോദ്യമാണ് സ്വാഭാവികമായും ഉയർന്നു വരുന്നത്. CPM ആണ് പത്മകുമാറിനെ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. CPM വിശ്വസിച്ചു കൊണ്ടുവന്ന അവരുടെ പ്രധാനപ്പെട്ട നേതാവ് പതിവിന് വിരുദ്ധമായി പത്മകുമാർ ദൈവവിശ്വാസിയായ CPM നേതാവ് കൂടിയാണ്. സാധാരണഗതിയിൽ CPM നേതാക്കൾക്ക് ദൈവവിശ്വാസമുള്ള നേതാക്കളല്ല. പക്ഷേ പത്മകുമാർ ആ രീതിയിലായ ശബരിമലയുമായും ശബരിമല ചരിത്രവുമായും ഒക്കെ വളരെ ബന്ധമുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള ആൾ കൂടിയാണ്. അതിന്റെയൊക്കെ ഒരു മേന്മയും അതിന്റെയൊക്കെ അതൊരു ക്രെഡിറ്റ് പലപ്പോഴും പത്മകുമാർ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. അത്തരം ഒരാളാണ് ഇത്തരം ഒരു കേസിൽ പിടിക്കപ്പെടുന്നത്. സ്വാഭാവികമായും ഇത് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ സംഭവമല്ല. ശബരിമലയിൽ നടന്ന സ്വർണ്ണ മോഷണമാണ്, അയ്യപ്പന്റെ സ്വത്ത് കട്ടെടുത്ത സംഭവമാണ്. ആ വിഷയത്തിലാണ് പത്മകുമാർ ഇപ്പോൾ അറസ്റ്റായിരിക്കുന്നത്. CPM-ന് പ്രധാനപ്പെട്ട നേതാവ് അറസ്റ്റായിരിക്കുന്നത്. അതിനു പിന്നിൽ സ്വാഭാവികമായും രാഷ്ട്രീയ ലക്ഷ്യമുള്ള ആരോപണമെന്നും പറഞ്ഞ് CPM-ന് രക്ഷപ്പെടാൻ കഴിയുന്ന ഒന്നല്ല. കാരണം CPM-ന്റെ കൂടി ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണമാണ്, കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന അന്വേഷണമാണ്. ഈ അന്വേഷണത്തെ പറ്റി ഒരക്ഷരം എതിർത്തു പറയാൻ CPM-ന് കഴിയില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൂർണ്ണമായും ഈ അന്വേഷണത്തെ CPM സ്വാഗതം ചെയ്യുന്നത് അതുകൊണ്ടാണ്. പക്ഷേ അങ്ങനെ സ്വാഗതം ചെയ്യുമ്പോഴും ഇത്രയും നാൾ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന ഒരാൾ എങ്ങനെയാണ് ഇത്തരം ഒരു കൊള്ളയ്ക്ക് കൂട്ടുന്നത്? എങ്ങനെയാണ് ആ കൊള്ളയിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിയായി പത്മകുമാർ CPM-ന്റെ നേതാവ് മാറുന്നതെന്ന ചോദ്യം CPM-നെ ചെറുതായൊന്നുമല്ല അലട്ടാൻ പോകുന്നത്. എന്തു പറഞ്ഞ് കൈകഴുകാൻ ശ്രമിച്ചാലും CPM-നെ വലിയ രീതിയിൽ തിരിച്ചടിക്കാൻ പോകുന്ന ഒരു വിഷയം തന്നെയാണ്. അനിൽകുമാർ CPM-ന്റെ സംസ്ഥാന സമിതി അംഗം അല്പസമയം മുമ്പ് അവരോട് തന്നെ ചോദിച്ചത് CPM-ന്റെ പാർട്ടി കമ്മിറ്റി കൂടി എടുത്ത തീരുമാനമാണോ ഇത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അനിൽകുമാർ ചോദിച്ചതുപോലെ CPM-ന്റെ പാർട്ടി കമ്മിറ്റി കൂടിയെടുത്ത തീരുമാനമല്ല ശബരിമല അയ്യപ്പന്റെ സ്വർണം മോഷ്ടിക്കാൻ അല്ലെങ്കിൽ മോഷണത്തിന് ഒത്താശ ചെയ്യാൻ. പക്ഷേ CPM-ന്റെ കമ്മിറ്റി കൂടി സംസ്ഥാന കമ്മിറ്റി കൂടിയെടുത്ത തീരുമാനമാണ് പത്മകുമാറിനെ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനാക്കിയത്. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി കൂടിയെടുത്ത തീരുമാനമായിരുന്നു എൻ വാസുവിനെ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനും ദേവസ്വം കമ്മീഷണറും ഒക്കെ ആക്കിയത്. സ്വാഭാവികമായും ഇത്തരം ആളുകളെ ഈ പ്രധാനപ്പെട്ട പദവികളിലേക്ക് നിയോഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് തീർച്ചയായിട്ടും അതാണ് വി അരുൺ പറഞ്ഞു നിർത്തവില്ല. ആ ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് CPM നേതാക്കൾക്ക് പറയേണ്ടി വരിക. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ഒരു കാലത്ത് VS-ഉം പിണറായിയും തമ്മിലുള്ള വിഭാഗീയത വലിയ ചർച്ചയാകുന്ന സമയത്ത് പത്തനംതിട്ട ജില്ലയിൽ പിണറായി വിജയന് വേണ്ടി ശബ്ദമുയർത്തിയ പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാൾ കൂടിയായിരുന്നു പത്മകുമാർ. പിണറായി വിജയന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് പത്മകുമാർ അറസ്റ്റിലാകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. പൂർണ്ണമാകുന്നു ഈ വാർത്താ ബുള്ളറ്റിൻ. പൊതുവേദികൾ